വാസ്തുശാസ്ത്രത്തിൻ്റെ ചരിത്രത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള നമ്മുടെ ആദ്യ പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാസ്തുശാസ്ത്രത്തിൻ്റെ വേരുകൾ മനസ്സിലാക്കുന്നതിനായി ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു യാത്ര നമ്മൾ ആരംഭിക്കും. ആധുനിക കാലത്തും വാസ്തുവിദ്യയെയും ബഹിരാകാശ ആസൂത്രണത്തെയും കുറിച്ച് നാം ചിന്തിക്കുന്ന രീതിയെ രൂപപ്പെടുത്തുന്ന ഒരു പുരാതന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. വാസ്തുശാസ്ത്രം എന്താണ്? അതിന്റെ കേന്ദ്രത്തിൽ വാസ്തുശാസ്ത്രം ഒരു പുരാതന ഇന്ത്യൻ വാസ്തുവിദ്യാ സമ്പ്രദായമാണ്. വാസ്തു എന്ന പദത്തിന്റെ അർത്ഥം വാസസ്ഥലം അല്ലെങ്കിൽ നിർമ്മാണം എന്നാണ്. അതേസമയം ശാസ്ത്രം എന്നത് ശാസ്ത്രത്തെയോ അറിവിനെയോ സൂചിപ്പിക്കുന്നു. ഒരുമിച്ച് പ്രപഞ്ചത്തിലെ പ്രകൃതിശക്തികളുമായി യോജിച്ച് ഇടങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. എന്നാൽ ഈ തത്വങ്ങൾ എങ്ങനെ ഉണ്ടായി? അവ ഇന്നും പ്രസക്തമായിരിക്കുന്നത് എന്തുകൊണ്ട്? വാസ്തുശാസ്ത്രത്തിന്റെ ഉദ്ഭവം പുരാതന ഇന്ത്യയിലെ വേദകാലഘട്ടം മുതൽ 5000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ഹിന്ദുമതത്തിലെ ഏറ്റവും പഴക്കമേറിയ പുണ്യഗ്രന്ഥങ്ങളായ വേദങ്ങളിൽ നിന്നാണ് വാസ്തുശാസ്ത്രം ഉദ്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു, പ്രത്യേകിച്ച് അഥർവവേദം. ആത്മീയ ആചാരങ്ങൾക്ക് മാത്രമല്ല, പ്രപഞ്ച തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഇടങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ ഗ്രന്ഥങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നൽകി. അക്കാലത്ത് ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, നഗരങ്ങൾ എന്നിവയുടെ രൂപകൽപ്പനയിലാണ് വാസ്തു പ്രധാനമായും പ്രയോഗിച്ചിരുന്നത്. പ്രപഞ്ചവുമായി യോജിച്ച ഘടനകൾ സൃഷ്ടിക്കുക, പ്രപഞ്ചക്രമത്തെ പ്രതിഫലിപ്പിക്കുക, സ്ഥലത്തിനുള്ളിലെ ഊർജ്ജം, ക്ഷേമം, സമൃദ്ധി, ആത്മീയ വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ഉറപ്പാക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യം. വാസ്തുപുരുഷമണ്ഡലം വാസ്തുശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ്. വാസ്തുപുരുഷമണ്ഡലം ഒരു സ്ഥലത്തിന്റെ ഊർജ്ജ ഗ്രിഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകാത്മക രേഖാചിത്രം. പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഒരു പ്രപഞ്ചജീവിയായ വാസ്തുപുരുഷൻ എല്ലാ ഇടങ്ങളിലും വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. മണ്ഡലം എന്നത് ചെറിയ ചതുരങ്ങളായി വിഭജിച്ചിരിക്കുന്ന ഒരു ചതുരമാണ്. ഓരോന്നും ഒരു പ്രത്യേക ദേവതയെയും ദിശാശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. ഒരു കെട്ടിടത്തിന്റെ ലേഔട്ടും രൂപകൽപ്പനയും ഈ മണ്ഡലത്താൽ നയിക്കപ്പെടുന്നു. ഘടന പ്രകൃതിശക്തികളുമായി വിന്യസിച്ചിട്ടുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു. വാസ്തുശാസ്ത്രത്തിന്റെ ചരിത്രപരമായ പ്രയോഗങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ചരിത്രത്തിലുടനീളം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ചില ഘടനകളുടെ നിർമ്മാണത്തിൽ വാസ്തുശാസ്ത്രം ഉപയോഗിച്ചിരുന്നു. അവയിൽ പലതും ഇന്നും വാസ്തുവിദ്യാ അത്ഭുതങ്ങളായി നിലകൊള്ളുന്നു. തമിഴ്നാട്ടിലെ ബൃഹദീശ്വര ക്ഷേത്രം, കൊണാർക്കിലെ സൂര്യക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ വാസ്തുതത്വങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്തവയാണ്. അവ ആകാശഗോളങ്ങളുമായി യോജിപ്പിച്ച് പോസിറ്റീവ് എനർജി ഉപയോഗപ്പെടുത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു. നഗരങ്ങളും വാസ്തുശാസ്ത്രം ഉപയോഗിച്ചാണ് ആസൂത്രണം ചെയ്തത്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന പുരാതന നഗരമായ ജയ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരങ്ങളിൽ ഒന്നായിരുന്നു. 18ാം നൂറ്റാണ്ടിൽ മഹാരാജ ജയ്സിംഗ് രണ്ടാമന്റെ മാർഗനിർദ്ദേശത്തിൽ വാസ്തുതത്വങ്ങൾക്കനുസൃതമായി ഇത് രൂപകൽപ്പന ചെയ്തു. വാസ്തുശാസ്ത്രത്തിന്റെ പരിണാമം നൂറ്റാണ്ടുകൾ കടന്നുപോകുമ്പോൾ വാസ്തുശാസ്ത്രം വികസിച്ചു. മറ്റ് സംസ്കാരങ്ങളിൽ നിന്നുള്ള സ്വാധീനങ്ങളെ സമന്വയിപ്പിക്കുകയും മാറുന്ന കാലങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്തു. ആധുനിക വാസ്തുവിദ്യയുടെയും നഗരവൽക്കരണത്തിന്റെയും ആവിർഭാവത്തോടെ പുതിയ നിർമ്മാണ രീതികളും വസ്തുക്കളും വാസ്തുശാസ്ത്രത്തെ വെല്ലുവിളിച്ചു. എന്നിരുന്നാലും കാലഹരണപ്പെടുന്നതിനുപകരം വാസ്തുശാസ്ത്രം പൊരുത്തപ്പെട്ടു. ഇന്ന് വാസ്തുവിൽ, പ്രത്യേകിച്ച് ആധുനിക വീടുകളുടെയും ഓഫീസുകളുടെയും പശ്ചാത്തലത്തിൽ, താൽപര്യത്തിന്റെ ഒരു പുനരുജ്ജീവനം നാം കാണുന്നു. ഈ പരിണാമം നമ്മൾ ഇപ്പോൾ ഈ ആധുനിക വാസ്തുശാസ്ത്രം എന്ന് വിളിക്കുന്നതിലേക്ക് നയിച്ചു. അടിസ്ഥാന തത്വങ്ങൾ പുരാതന ജ്ഞാനത്തിൽ വേരൂന്നിയതാണെങ്കിലും അവ സമകാലിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമാക്കുകയും ഇന്നത്തെ ലോകത്ത് അവയെ പ്രസക്തവും ബാധകവുമാക്കുകയും ചെയ്യുന്നു. ആധുനിക നിർമ്മാണ സാമഗ്രികൾ, ചെറിയ താമസസ്ഥലങ്ങൾ, സാങ്കേതിക പുരോഗതി തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിക്കുന്നതും യോജിപ്പുള്ളതും സന്തുലിതവുമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. വാസ്തുശാസ്ത്രത്തിന്റെ ചരിത്രം പഠിക്കുന്നത് എന്തുകൊണ്ട്? വാസ്തുശാസ്ത്രത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്നത് നിർണായകമാണ്, കാരണം അത് അതിന്റെ ആഴവും പ്രാധാന്യവും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇത് വെറും ഒരു കൂട്ടം നിയമങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ അല്ല, നൂറ്റാണ്ടുകളുടെ പരിശീലനത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും രൂപപ്പെടുത്തിയ ഒരു സമഗ്ര ശാസ്ത്രമാണിത്. അതിന്റെ ചരിത്രം പഠിക്കുന്നതിലൂടെ ചില തത്വങ്ങൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നുവെന്നും അവ ആധുനിക ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്നും നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കും. ഈ കോഴ്സിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വാസ്തുശാസ്ത്രം ഒരു പുരാതന പാരമ്പര്യവും സജീവവും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പരിശീലനമാണെന്ന് ഓർമ്മിക്കുക. ഇവിടെ നിങ്ങൾ നേടുന്ന അറിവ്
ഭൂതകാലത്തെക്കുറിച്ച് മാത്രമല്ല, ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച ഇടങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ കാലാതീതമായ തത്വങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും കൂടിയാണ്. ഈ പാഠത്തിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. വരാനിരിക്കുന്ന പാഠങ്ങളിൽ നിങ്ങളുമായി വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ കാത്തിരിക്കുന്നു.